ഓരോ ദിവസവും തിരുവനന്തപുരം മേയർ വി രാജേഷ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കോർപ്പറേഷന്റെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. ഇന്ന് പറയുന്നത് ഓരോ വാർഡിലും 200 പേർക്ക് വീടില്ല. വീടുകൾ കൊടുക്കാൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരും യോജിച്ച് ആ വിഹിതം കൊണ്ട് വീടുകൾ കൊടുക്കാം. പക്ഷെ ഒരു ലോഗോയുടെ പേരിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വീട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കൃത്യമായി ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെ കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിലെ ജനങ്ങളുമായി സാധാരണക്കാരുമായി സംസാരിക്കാറുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും തിരുവനന്തപുരത്ത് കാണുന്നത് കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനൊരു തിരുവനന്തപുരത്ത് വരെയുണ്ട്, എനിക്ക് കൃത്യമായി അറിയാം. ഇതിന് മുൻപുള്ള മേയർമാരൊന്നും ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടില്ല, ഇത്തരത്തിലൊരു നീക്കവും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഭീമാവള്ളിയുടെ കാര്യത്തിലായാലും വെട്ടുകാട് പള്ളിയുടെ കാര്യത്തിലായാലും പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ എല്ലാത്തിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടുണ്ട്, നീക്കമുണ്ട്. എങ്ങനെ കാണാം BJP? ഇപ്പോൾ പലരും പറയുന്നത് ഇതൊക്കെ BJPയുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ്, തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം, അങ്ങനെയൊക്കെ കരുതേണ്ടി വരുമോ? എല്ലാ ആൾക്കാരെയും കുറെ കാലം പറ്റിക്കാം, എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പം രാജേഷ് ചെയ്യുന്ന ജോലി സത്യസന്ധമാണെങ്കിൽ, കൃത്യമാണെങ്കിൽ രാജേഷിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതിന് ഉദാഹരണമാണ് രാജേഷിൻ്റെ നേതാവ് ശ്രീമാൻ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എത്ര പുറകെ കിടന്ന് ഇറങ്ങി നടന്നാലും സത്യസന്ധമായിട്ട് കർമ്മം ചെയ്താൽ, കാരണം ആ കർമ്മത്തിന് പൂർത്തീകരണം ഉണ്ടാവും, ഫലം ഉണ്ടാവും. ആ ഫലവും സത്യസന്ധമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ പറയുന്നത് അല്ലെ കേൾക്കുന്നത്, ഞാൻ അതിശയിച്ചു പോയി ഇത് കേട്ടപ്പോൾ. ഞങ്ങളുടെ ഒന്നും പാടില്ല, ഗ്രാമപ്രദേശമാണ്, ഞങ്ങളുടെ പഞ്ചായത്ത് വീടൊന്നും ആർക്കും വേണ്ട, ആരും ഇല്ലപ്പാ, വീടുള്ളവരാ മൊത്തവും. ഒരുപക്ഷെ ആ ഗ്രാമപഞ്ചായത്ത് മൊത്തം നോക്കുവാണെങ്കിൽ ഇനി വീട് കിട്ടാനുള്ളത് കയ്യിലിടണമെന്ന് വരെ കാണത്തുള്ളൂ. ഞങ്ങളുടെയൊന്നും വാർഡിൽ ഒരാൾക്കൊരു വീട് ചോദിച്ചൊരു അപേക്ഷയില്ലാത്ത രീതിയിൽ വീടായി. ആ സ്ഥാനത്ത് ഇദ്ദേഹം പറയുന്നത് ഒരു വാർഡിൽ 200 പേർക്ക് വീടില്ലാത്തവർ ഇപ്പോഴും ഉണ്ട്. ഏതാണ്ട് 20,000 പേർക്ക് മൊത്തത്തിൽ വീടില്ല, 2,000 പേർക്ക് ഇപ്പൊ തന്നെ അവര് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊല്ലാത്ത ഒരു കേൾക്കുമ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം 10 കൊല്ലം കൊണ്ട് മോദിയുടെ പണി ഇത് തന്നെയായിരുന്നു. ഏത് വീട് വെച്ചു കൊടുക്കുന്നതാണ് ആദ്യത്തെ അത്. അതുപോലെ ശൗചാലയം, ഇതൊക്കെ ഇവിടെ കളിയാക്കിയത്. ശൗചാലയമൊക്കെ വെച്ചപ്പം കളിയാക്കാനൊന്നുമില്ല. ഇന്ത്യ മഹാരാജ്യം ഈ ഏതാണ്ട് 10-75 കൊല്ലം കഴിയുമ്പോൾ ശൗചാലയം ഇല്ലാത്തവരായിരുന്നു ഇന്ത്യ മഹാരാജ്യത്ത്. ശൗചാലയം കെട്ടിക്കൊടുത്തിട്ട് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാരെ നിർത്തി കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ UP-യിലും ബീഹാറിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ശൗചാലയം കെട്ടിയ മോദിയെ കളിയാക്കുന്നവന്മാർ അറിയാൻ പറഞ്ഞതാ. മനസ്സിലാവുന്നുണ്ടോ? അതായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ഇന്ത്യ ബഹുദൂരം പോയപ്പോൾ നമ്മൾ ആ സമയത്തും ഇവിടെ വീടും കക്കൂസും ഇല്ലാത്ത രീതിയിലായി ഉള്ള കേരളത്തിൽ ഈ തിരുവനന്തപുരം തലസ്ഥാനത്ത് ഈ 42 കൊല്ലം ഒരു പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ കീഴിലുള്ള ഈ കാര്യം ഇപ്പോൾ പറയുന്ന തിരുവനന്തപുരത്തുകാരിയായിട്ടുള്ള നേമത്തുകാരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ധന്യക്കറിയത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ടോ? അവിടെ വീട് കിട്ടാത്തവരുണ്ടോ? കാര്യങ്ങളുണ്ടോ? ലോഗോയുടെ പേരിൽ വീട് മാറ്റിവെക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നരേന്ദ്രമോദിയുടെ ഒരു ഭയം, ഒരു പടം പോലും കേരളത്തിലുള്ളവർ ഭയക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത് നരേന്ദ്രമോദിയുടെ പേരോ ഒരു പടമോ വന്നാൽ ആ വോട്ട് തിരിയുമോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഉണ്ടാകുമോ? എന്നാൽ അയാളെ പടം വരാതിരിക്കാൻ ഒരുതനി വീട് പോലും വേണ്ടെന്ന് തീരുമാനിക്കും. മനസ്സിലായി? എത്ര ക്രൂരമായ പരിപാടി! ഇയാളെ പടം വയ്ക്കുന്നതുകൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ അവൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം, ഒരു ഗവൺമെന്റ് കൊടുക്കുന്ന അവകാശം, അവന് കിട്ടേണ്ട പൈസ, അവന് കിട്ടേണ്ട വീട്, അവന് കിട്ടേണ്ട ആനുകൂല്യം വേണ്ടാന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും കേന്ദ്രത്തിലെ ഫണ്ട് കൊണ്ട് മാത്രം കേരളത്തിൽ പല കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. പ്രധാനമായിട്ടും ആരോഗ്യ മേഖലയിൽ NHRM എന്ന് പറയുന്നതിൻ്റെയൊക്കെ ശമ്പളം പൂർണ്ണമായിട്ടും കൊടുക്കുന്നത്, ശമ്പളം പൂർണ്ണമായിട്ടൊന്നും കൊടുക്കുന്നില്ല. മനസ്സിലാവുന്നു? ശമ്പളം കൊടുക്കുന്നതിനകത്തുനിന്ന് ഈ മൊത്തത്തിൽ ശമ്പളം കൊടുക്കാതെ ആ കേന്ദ്ര വിഹിതം വെച്ചിട്ട് കുറേ ശമ്പളം കൊടുക്കും. യഥാർത്ഥത്തിൽ കിട്ടേണ്ട ശമ്പളവും അല്ലെങ്കിൽ കോടതി പറഞ്ഞ ശമ്പളവും ഒന്നും ഈ NHRMകാർക്കൊന്നും ഇപ്പോൾ കൊടുക്കുന്നേ ഇല്ല, പല കാലങ്ങളായിട്ട് കൊടുക്കുന്നത്. അതിനകത്ത് കൊടുക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ കേന്ദ്ര വിഹിതം. എന്നിട്ട് ഈ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ഈ അവിടെ ചില പേരുകളും കാര്യങ്ങളും ഒക്കെ ഇന്ത്യ മൊത്തത്തിൽ തീരുമാനം എടുത്തിട്ട് വെച്ചു. അല്ലെങ്കിൽ ഈ നമ്മുടെ ചെറിയ എന്തോ ഇനി പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനൊക്കെ പെയിന്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞു. അന്നേരം വീണായർ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പെയിന്റ് അടിക്കത്തില്ല. അവസാനം പൈസ അങ്ങ് നിർത്തി. 1, 2, 3, 4 വട്ടമൊക്കെ പറഞ്ഞു, എന്നിട്ടും കേട്ടില്ല. ഇവിടെ വന്നിട്ട് അവർ പറയുന്നത് കേൾക്കാത്തത് മാത്രമല്ല, അവർ വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ ഇവർ കുറേ മൈക്കൊക്കെ നിരത്തി വെപ്പിച്ചിട്ട് ഞാൻ
വലിയ വീരവാദമൊക്കെ അടിച്ചു. ഇവരാരുടെയും കാശൊന്നും വേണ്ട, ഞങ്ങൾ നടത്തിക്കണം, അവർ പൈസ അങ്ങ് നിർത്തി. NRHമാർക്ക് ശമ്പളമില്ലാതായി. പണി ഇവരുമായി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട ഇവരുടെ ഡോക്ടർമാരും നേഴ്സന്മാരും ഇല്ലെങ്കിൽ പണി നടക്കത്തില്ല. അവരെ പണി ചെയ്യുന്നത്. കാരണം PSC വഴി യഥാർത്ഥത്തിൽ വേണ്ട അവസ്ഥയിലേക്കുള്ള നേഴ്സന്മാരെ ഒന്നും വെക്കുന്നില്ലല്ലോ. അപ്പം അത് കഴിഞ്ഞപ്പം ഇപ്പം ഈ വീണ ജോർജ് നിന്ന് പെയിൻ്റടിപ്പിക്കുമായിരുന്നു. മൊത്തം കേരളം മൊത്തം അവർ നിന്ന് പെയിൻ്റൊക്കെ അടിപ്പിച്ച് നല്ല കളർ വേണമെന്ന്, ഏതാ ഓറഞ്ച് കളറ് നല്ലപോലെ വേണം. എന്നിട്ട് പേര് ഒരു വട്ടം ഞാനേ മോദി പറഞ്ഞല്ലോ, 3 വട്ടം പേര് എഴുതി 3 വട്ടം പടവും വെച്ചു. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞത് അതിനകത്ത് പറയും. അപ്പോൾ ഇവിടെ ഈ രാജേഷ് ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞതുപോലെ പഞ്ചായത്തുകളിലൊന്നും കാണാത്ത അവസ്ഥ അല്ലെ. പഞ്ചായത്തുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, കോർപ്പറേഷൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അതിനപ്പം അവർ പറഞ്ഞപ്പോൾ ജനം കേട്ടത്, തിരുവനന്തപുരത്തെ ജനം വിശ്വസിച്ചത്. 42 കൊല്ലമായിട്ട് ഇവിടെ ഭരിക്കുന്ന ആളെ മാറ്റിത്ത പുതിയൊരു തിരുവനന്തപുരം, പുതിയൊരു കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. ചന്ദ്രശേഖരൻ പറഞ്ഞു, അത് മാറ്റിക്കൊടുത്തു. അപ്പം രാജേഷിന്റെ കടമയാണ്. രാജേഷ് അവിടെ കാര്യങ്ങൾ മാറ്റിമറിക്കണം. രാജേഷ് കാണിച്ചു കൊടുക്കണം. ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ വികസിപ്പിക്കാൻ പറ്റും. ഇത്രയും കാലത്തിനകത്ത് വികസനം എന്ന് കോർപ്പറേഷൻ പറഞ്ഞത് മൊത്തം കേന്ദ്രത്തിലെ ഫണ്ട് ഉപയോഗിച്ച് റോഡും മറ്റു കാര്യങ്ങളുമാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങളീ കാണുന്ന പോലെ ഒരു വികസനവും നടന്നിട്ടില്ല. വീടില്ലാത്തവർ തന്നെ ഇത്തരം ഓരോന്നോരോന്ന് പൊളിച്ചു കാണിച്ച് ആ കുഴപ്പങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി പരിഹരിച്ച് മോദി പറഞ്ഞതുപോലെ അവിടെ വികസന രേഖ ഉണ്ടാക്കി അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി ഓരോ വാർഡുകളും വികസിപ്പിക്കാമെങ്കിൽ ഇനി ഈ പറഞ്ഞ രാജേഷ് ആഗ്രഹിക്കുന്ന പോലെ ആദ്യത്തെ പത്രസമ്മേളനം ഞാൻ കണ്ട ഇത് ഞങ്ങൾ 75 ആക്കും. ഇത് 75 അല്ല രാജേഷേ, നിങ്ങൾക്ക് 100 ആക്കാൻ പറ്റും. മനസ്സിലാകുന്നല്ലോ, പ്രതിപക്ഷം ഇല്ലാത്തടേക്കും. പക്ഷെ അതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. തുടക്കവും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, ബാക്കിയുള്ളടത്തെ കൂട്ടല്ല. അപ്പൊ ഇതുവരെ അവിടെ ചില പ്രശ്നങ്ങൾ BJPക്ക് ഉണ്ടായത് BJP ഇല്ലാത്തത് കൊണ്ടല്ല, BJPക്ക് അകത്ത് ഇവർ തമ്മിലുള്ള മത്സരം കൊണ്ടാണ്. ആ മത്സര ബുദ്ധിയൊക്കെ മാറ്റി വെച്ചിട്ട് ആദ്യം മത്സരിക്കാം, സാധനം ഉണ്ടാക്കുക. വടക്കേ ഇന്ത്യയിലെ കൂട്ട് നിങ്ങൾ സാധനം ഉണ്ടാക്കിയിട്ട് മത്സരിക്കപ്പാ. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ MLAമാരുണ്ടാവുന്നു, അല്ലെങ്കിൽ കോർപ്പറേഷനെല്ലാം പിടിച്ചെടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ മത്സരിച്ചോ. അന്നേരം മത്സരിക്കുന്നതിന് ഗുണമുണ്ടല്ലോ, കാര്യങ്ങൾ വീതിച്ചു കൊടുക്കാൻ കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഏതായാലും ഇനിയിപ്പം നരേന്ദ്രമോദിയുടെ പടം വയ്ക്കും, അല്ലെങ്കിൽ ആ പടം മാത്രം വയ്ക്കും, അവരുടെ മാത്രമാകും, ആ രീതിയിലേക്ക് വീടുകൾ വയ്ക്കും, കാര്യങ്ങൾ നടത്തും. അപ്പം ഇതുവരെ ഒരു ലോഗോ വയ്ക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെന്റ് സംവിധാനവും അല്ലെങ്കിൽ ആ ലോഗോ വെച്ചാൽ ആ ലോഗോയുടെ കെയർ ഓഫിൽ ഒരുപക്ഷെ BJP വരും എന്നുള്ള കാരണം കൊണ്ട് തിരുവനന്തപുരംകാർക്ക് വീടും അല്ലെങ്കിൽ പ്രാഥമിക സൗകര്യങ്ങളും ഒരുക്കുന്നതിന് CPMന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. അതും കൂടെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയാൽ രാജേഷിനെ പിടിച്ചു കെട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുവാൻ പറ്റും. ഇപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഈ വീടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കറിയാലോ, ഈ വിവിധ ജില്ലകളിൽ നിന്ന് ജോലി സംബന്ധമായിട്ട് തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്ന, പക്ഷെ അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയില്ല, തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ ദൈനംദിന ചെലവുകൾ മറികടക്കാനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടാം സാധാരണക്കാരായ ആൾക്കാർക്ക്. അങ്ങനെ ഒരു കാലത്ത് നമുക്കറിയാം, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയത്തിലുള്ളത് ഉള്ള പല മേഖലകളിലും ഈ വീടുകൾ, ഫ്ലാറ്റുകളൊക്കെ വെച്ചു കൊടുക്കുന്നത്. ഈ ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട് തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയത്തിലാണ്. പണ്ട് അവിടെ ഈ അക്രമകാരികളുടെ, കവർച്ചക്കാരുടെ, കൊള്ളരുതായ്മകളുടെ ഒക്കെ ഒരു കേന്ദ്രമായിരുന്നു. പക്ഷേ പിന്നീട് AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ചെങ്കൽ ചൂളയുടെ മുഖച്ഛായ തന്നെ മാറ്റി അവിടെ ഫ്ലാറ്റുകൾ വെച്ചു കൊടുത്തു. അവിടെ താമസിക്കുന്നവർ ആ ഫ്ലാറ്റുകളിലേക്ക് മാറ്റി താമസിച്ചു. എന്നിട്ട് അവിടെ ഉള്ളവർക്ക് നിരവധി ജോലിക്കുള്ള അവസരങ്ങൾ ഒപ്പിച്ചു കൊടുത്തു. അങ്ങനെ അതിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് ഇന്നും ചെങ്കൽ ചൂളക്കാർ AK ആന്റണി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അംഗീകരിക്കും എന്ന് പറയുന്ന പോലെയാണ് ഗ്രാമീണ മേഖലയുടെ ഒരു സൗന്ദര്യം നിലനിൽക്കുന്ന തിരുവനന്തപുരം നഗരം. ആ നഗരത്തെ മൊത്തത്തിൽ ഒരു മുഖച്ഛായ മാറ്റാനായിട്ട് VV രാജേഷ് ശ്രമിക്കുന്നു. അതിന് 40 വർഷമായിട്ട് ഭരിച്ച CPM ഇതുവരെ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ, ഇതിന് VK പ്രശാന്ത് എന്ന് പറയുന്ന MLA വെച്ചിരിക്കുന്ന കെട്ടിടം പോലും അനധികൃതമാണെന്ന് കണ്ടെത്തുന്നുണ്ട്. ഇത് ശ്രീലേഖ കണ്ടെത്തിയൊന്നും അല്ലല്ലോ, BJP എന്ന് പറയുന്ന പാർട്ടിയുടെ കൃത്യമായ പ്രവർത്തനമല്ലേ. എന്ന് പറയുന്നവരെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു. ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഓരോ ഘട്ടവും ചെയ്യുമ്പോൾ ഇത് CPMന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഭരിക്കുന്നത് ഇടതുപക്ഷവും കോർപ്പറേഷൻ്റെ ഭരണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങൽ ഒരുപാട് നടക്കും. അവിടെ നടക്കുന്ന അഴിമതിയുടെ വിവരങ്ങളൊന്നും പുറത്തു വരില്ല. ഇപ്പോൾ അങ്ങനെയല്ല. VV രാജേഷ് പറയുന്നത്, ഞാൻ എൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും, നിങ്ങൾക്ക് അതായത് ഉദ്യോഗസ്ഥ സംഘത്തിൽ ഇതിനെ തടസ്സപ്പെടുത്താം, നിങ്ങൾക്ക് ഇതുമായിട്ട് സഹകരിക്കാതിരിക്കാം, പക്ഷേ ഞാനിത് കൗൺസിൽ കൂടുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ കൗൺസിൽ പരസ്യമായിട്ട് അവതരിപ്പിക്കും. അങ്ങനെ ഓരോ BJP കൗൺസിലർമാരും അവരുടെ നാട്ടിലെ അവരുടെ വാർഡിലെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിച്ചാൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും. അവിടെയൊക്കെ തന്നെ ഞങ്ങൾ പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവരുന്നു. ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് ഒരു കൗൺസിലർ ആവശ്യപ്പെടുന്നു. VV രാജേഷ് അവിടെ അനുവദിക്കുന്നു. അടുത്ത സ്ഥലത്ത് 50 വീട്, ഒരു സ്ഥലത്ത് 100 വീട്,
വീട്. അങ്ങനെ ഒരു വാർഡിൽ 200 വരെ വീടുകൾ അനുവദിക്കുമ്പോൾ CPM-ന്റെയും കോൺഗ്രസിന്റെയും ജയിച്ചു വന്ന വക്താക്കളുണ്ടല്ലോ ഈ കൗൺസിലർമാർ, അവർക്ക് വീടില്ലാത്തവർ ചെന്ന് അവരുടെ കൗൺസിലറെ പോയി ആശ്രയിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവരെയൊക്കെ തന്നെ ഈ വികസനത്തിന്റെ പ്രക്രിയയിലേക്ക് കൊണ്ടുവരാൻ VV രാജേഷിന് പതുക്കെ പതുക്കെ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് സാധിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കോർപ്പറേഷന്റെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ പദ്ധതികൾ നിങ്ങൾക്കായിട്ട് അനുവദിച്ചു തരുമെന്നും നിങ്ങളിലൂടെ അത് ഇംപ്ലിമെന്റ് ചെയ്യാമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വാക്ക് നൽകി. ഈ പറഞ്ഞ അനുസരിച്ച് ഭരണം കിട്ടി 45ാമത്തെ ദിവസങ്ങളിൽ മോദി തിരുവനന്തപുരത്ത് എത്തി തന്റെ വാഗ്ദാനത്തിൽ ആദ്യത്തത് നിറവേറ്റുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ കല്ലുകടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ BJP-യുടെ ഈ മുന്നേറ്റത്തെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ആശങ്കയിലാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത അനുസരിച്ച് നിലവിൽ തിരുവനന്തപുരത്തെ എല്ലാ സിറ്റിംഗ് MLA-മാരും ഇത്തവണ മത്സരിക്കും. അത് 2 തവണ മത്സരിച്ചായിക്കോട്ടെ 3 തവണ മത്സരിച്ചവരായിക്കോട്ടെ. എന്തുകൊണ്ടാണ്? കാരണം ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് BJP-യുടെ കുതിപ്പ്, നിലവിലുള്ള തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ പൊതുവികാരം, ഇതിനെയെല്ലാം മറികടക്കണമെങ്കിൽ ഏതറ്റം വരെയും പോകണമെന്ന് LDF തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു കോർപ്പറേഷനെ വെച്ചുകൊണ്ട് VV രാജേഷ് എന്ന് പറയുന്ന ഒരു ചെറിയ നേതാവ്, അല്ലേ, തിരുവനന്തപുരത്തെ ഒരു ചെറിയ നേതാവെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ സംസ്ഥാനത്ത് പോലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന അത്ര വലിയ നേതാവല്ലായിരുന്ന VV രാജേഷ് ഇപ്പോൾ കേരളം എന്ന് മാത്രമല്ല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം അറിയുന്ന ഒരു കോർപ്പറേഷന്റെ ഭരണകർത്താവായിട്ട് മാറി. അപ്പോൾ രാജേഷിന്റെ ഈ പടവുകൾ ചവിട്ടിക്കയറാനുള്ള നീക്കത്തെ ജനങ്ങളും കൈയടിച്ച് സ്വീകരിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഈ പറയുന്ന BJP-ക്കൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇനി അതിനെ പ്രതിരോധിക്കാൻ, അതിനെ പൊളിക്കാനുള്ള നടപടികൾ കോൺഗ്രസിന്റെയും BJP-യുടെയും CPM-ന്റെയും ഒക്കെ പക്ഷത്തു നിന്ന് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അത് എത്രത്തോളം വിജയിക്കും എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ടത്. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ VV രാജേഷ് പറഞ്ഞ ഒരു കമന്റിന് എത്ര വലിയ റീച്ചാണ് കിട്ടിയത്. കാരണം സേവന സന്നദ്ധരായ ഒരു കൂട്ടം ആരോഗ്യ പ്രവർത്തകരെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അതോടുകൂടി ആ സംഭവത്തിന് കിട്ടുന്ന ഒരു പ്രശ്നം അവസാനിച്ചു. അതെ, അതോടുകൂടി KGMO ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നില്ല, ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരാൻ തയ്യാറാണ്, ഞങ്ങൾ രോഗികളെ ചികിത്സിക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തി. അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം, ഇതിന് ഒത്തുതീർപ്പുണ്ടാക്കാം, സസ്പെൻഡ് ചെയ്ത ഡോക്ടറെ തിരിച്ചു കൊണ്ടുവരാം, ഈ നിലപാടല്ല, ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു. ഇതാണ് VV രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം മേയർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറാത്തത് മാറും.